ക്രിസ്മസ് ദിനത്തിൽ തിരുവനന്തപുരം അമ്മത്തൊട്ടിലിൽ ഒരു പെൺകുഞ്ഞെത്തി. 3 ദിവസം പ്രായമായ കുഞ്ഞിനെയാണ് ലഭിച്ചത്. ഈ വർഷം 22 കുഞ്ഞുങ്ങളെയാണ് അമ്മത്തൊട്ടിലിൽ എത്തിയത്. റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു. റോഷിപാൽ, മെറി ക്രിസ്മസ്. ക്രിസ്മസ് ദിനത്തിൽ ഒരു കുഞ്ഞു വാവ എത്തിയിരിക്കുന്നു അമ്മത്തൊട്ടിലിൽ. സുജയ, ഹാപ്പി ക്രിസ്മസ്. ഒന്ന് സന്തോഷ ദിനമാണ് ഈ സംസ്ഥാന ശിശുക്ഷേമ സമിതിയെ സംബന്ധിച്ചിടത്തോളം. അമ്മത്തൊട്ടിൽ ഇന്ന് പുലർച്ചെ 5:50 ഒരു 3 മാസം പ്രായമായ പെൺകുഞ്ഞ് എത്തിയിരിക്കുന്നത്. അമ്മത്തൊട്ടിലിന് അടുത്താണ് ഞാനുള്ളത്. അമ്മത്തൊട്ടിലിൽ 5:50 ഇവിടെ ഈ കുഞ്ഞിനെ എത്തിച്ച് അവർ മടങ്ങിയിട്ടുണ്ട്. ഏതായാലും സുരക്ഷിതമാണ്, കുഞ്ഞ് ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കുഞ്ഞിന് പേരിടുന്നത് അത് പൊതുജനങ്ങളുടെ പേര് നിർദ്ദേശിക്കാമെന്നുള്ളതാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെ സാമൂഹ്യ മാധ്യമത്തിലൂടെ ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് പേര് നിർദ്ദേശിക്കാനുള്ള അവസരം പൊതുജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. 3 മാസം പ്രായമായ പെൺകുഞ്ഞിന് ഏതാണ്ട് 1 മണിക്കൂറിനകം തന്നെ 896 പേരുകളാണ് നിർദ്ദേശിക്കപ്പെട്ടത്. ഏറ്റവും കൂടുതൽ നക്ഷത്ര എന്ന പേരാണ്. ദയയുണ്ട്, പിറവിയുണ്ട്, മറിയം, അങ്ങനെ തുടങ്ങിയ ഒട്ടേറെ, ഏഞ്ചൽ, മരിയ അടക്കമുള്ള പേരുകൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ഏതായാലും കൂടുതൽ സമയം വൈകാതെ ഏറ്റവും കൂടുതൽ ആളുകൾ നിർദ്ദേശിക്കപ്പെട്ട പേരുകളിൽ നിന്ന് നറുക്കിട്ടെടുക്കുമെന്നാണ് ശിശുക്ഷേമ സമിതിയുടെ സെക്രട്ടറി അരുൺ ഗോപി അവർ ആലോചിക്കുന്നത്. അങ്ങനെയാണ് ചേരുകയാണ്. ശ്രീ അരുൺ ഗോപി, ശിശുക്ഷേമ സമിതിക്ക് ഒരു ക്രിസ്മസ് സമ്മാനം കിട്ടിയിരിക്കുകയാണല്ലോ. ഈ ക്രിസ്മസ് പ്രഭാതത്തിൽ അവിടെ ഒരു കുഞ്ഞു വാവ, നല്ല ഓമനത്വത്തോടെയുള്ള ഒരു കുഞ്ഞു വാവ എത്തിയിരിക്കുന്നു. പേരിൽ തീരുമാനമായോ? ഇല്ല, വളരെ സന്തോഷമാണ്. രാവിലെ ക്രിസ്മസ് ദിനത്തിൽ രാവിലെ 5:55 3 ദിവസം പ്രായമുള്ള പെൺകുഞ്ഞിനെ ലഭിച്ചത്. ഈ വർഷം തിരുവനന്തപുരത്ത് ലഭിക്കുന്ന 22ാമത്തെ കുട്ടിയാണ്. 12ാമത്തെ പെൺകുഞ്ഞു കൂടിയാണ്. ബഹുമാനപ്പെട്ട വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി, സമിതിയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ഈ കുഞ്ഞിനെ പേരിടാൻ വേണ്ടി പൊതുജനങ്ങളോട് നിർദ്ദേശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വിവിധ പേരുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ പേരുകളെ സംബന്ധിച്ച്, ഏത് പേരിടണമെന്നതിനെ സംബന്ധിച്ച്, ഈ വന്ന പേരുകളിൽ നിന്ന് എങ്ങനെ പേരിടുന്നതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മന്ത്രിയും കൂടി ആലോചിച്ച് തീരുമാനത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് എടുത്ത് സൂചിപ്പിക്കാനുള്ളത്. അരുൺ ഗോപി ഏതെങ്കിലും പേര് കണ്ടുവച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാലും ഒരു പേരിട്ടുകൂടെ? അല്ല, കഴിഞ്ഞ 21 പേരുകളും 21 പേരിൽ എനിക്കൊന്ന് 2 പേര് മന്ത്രി ഇട്ടു. ബാക്കി എല്ലാ പേരുകളും ഞാൻ തന്നെയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് പേരിടാവോ? തീർച്ചയായും പേരിടാം. അപ്പൊ ഈ ക്രിസ്മസ് ദിനമെന്ന് അർത്ഥം വരുന്ന ഒരു വാക്കുണ്ട്, നതാലിയ. തീർച്ചയായും ആ പേര് കൂടി പരിഗണിക്കും. അപ്പൊ ഹാപ്പി ക്രിസ്മസ്. കുഞ്ഞ് 2.800 ഗ്രാം വെയിറ്റ് ഉണ്ട്. കുഞ്ഞ് രാവിലെ ആരോഗ്യവതിയാണ്, നല്ല തൂക്കമാണത്. ആരോഗ്യവതിയാണ്. അപ്പൊ ആ കുഞ്ഞു മുഖത്തെ പുഞ്ചിരി നമുക്ക് എല്ലാവർക്കും കുറച്ചുകൂടി സന്തോഷം തരട്ടെ, ശിശുക്ഷേമ സമിതിക്ക് കൂടുതൽ ഊർജം തരട്ടെ. ശരി, തീർച്ചയായും നിങ്ങളുടെ പിന്തുണയും കരുതലുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. റിപ്പോർട്ടർ ചാനലിന്റെ പേജിൽ നിന്ന് തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പോസ്റ്റിന് താഴെ ഈ നതാലിയ കൂടി കമന്റ് ചെയ്യാൻ വേണ്ടി പ്രിയപ്പെട്ട സുജിയോട് അഭ്യർത്ഥിക്കുക. ഓക്കെ, താങ്ക് യു അരുൺ. താങ്ക് യു. റോഷിപാൽ നമുക്കൊപ്പം തുടരുന്നുണ്ട്. റോഷിപാൽ, ഞാനും ഒരു പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും മനോഹരമായ പേരാണ് സുജിയ. പ്രത്യേകിച്ച് ക്രിസ്മസ് ദിനമാണ്. തിരുപ്പിറവിക്ക് പിന്നാലെയുള്ള ആ ദിനത്തിൽ ഏറ്റവും നല്ല ഒരു ദിവസമാണ് ഈ പെൺകുഞ്ഞിനെ എത്തിയിരിക്കുന്നത്. ഒന്ന്, നമ്മളൊക്കെ സന്തോഷം. ഞാനും ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ്. അപ്പോൾ പെൺകുഞ്ഞ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ സന്തോഷമാണ്. പ്രത്യേകിച്ച് ആ ഒരു കുഞ്ഞു വാവ കേൾക്കുന്ന സമയത്ത് നമുക്കൊന്ന് കാണണമെന്നൊക്കെ തോന്നും. ഏതായാലും നമുക്ക് കാണാനുള്ള അവസരമില്ല, കാരണം അവരുടെ മാനദണ്ഡമൊക്കെ അനുസരിച്ച് അങ്ങനെ കാണാൻ പറ്റത്തില്ല. ആരോഗ്യവതിയാണെന്നൊക്കെ അരുൺ പറഞ്ഞല്ലോ, ഹാപ്പിയാണ്. അതെ, 2 കിലോ 800 ഗ്രാം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല തൂക്കമാണ്. അപ്പോൾ കുഞ്ഞ് ആരോഗ്യവതിയായി ഇരിക്കട്ടെ. ബാക്കി പരിശോധനകളൊക്കെ നടത്തി ആ കുഞ്ഞിനെ അവിടുത്തെ അമ്മമാരൊക്കെ ഏറ്റെടുക്കട്ടെ. ഇനി ആ കുഞ്ഞിന്റെ പേരെന്താണെന്ന് അറിയാനുള്ള ഒരു കൗതുകം മാത്രമേ ബാക്കിയുള്ളൂ. റോഷി, ഇന്നത്തെ ക്രിസ്മസ് ആഘോഷമൊക്കെ തകർക്കുമല്ലോ അല്ലേ? ഉറപ്പല്ലേ. ഇന്നലെ നമ്മൾ അർദ്ധരാത്രി ഏതാണ്ട് 1 മണിയോടെ ഈ പള്ളികളിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ പൂർത്തീകരിച്ചാണ് വീട്ടിലേക്ക് മടങ്ങിയത്. രാവിലെ ചടങ്ങുകൾ, തിരുക്കർമ്മങ്ങൾക്കൊപ്പം ചേർന്നു. ലൂർദ് പള്ളിയിലായിരുന്നു കുടുംബസമേതം ആഘോഷം. ഉറപ്പായി. അത് പൊതുവെ
എല്ലാ ക്രിസ്മസ് ദിനത്തിലും തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു പള്ളിയിൽ പോകുന്ന പതിവാണ് ഞങ്ങൾ. എന്നിട്ട് അവിടെ മെഴുകുതിരിയൊക്കെ കത്തിച്ച്, സാധാരണ പട്ടം സെന്റ് മേരീസ് ചർച്ചിലാണ് കത്തീഡ്രലിലാണ് പോകാറുള്ളത്. ഈ തവണ നമ്മൾ ലൂർദ് ഫെറോന പള്ളിയിൽ പോയി അവിടെ മെഴുകുതിരി കത്തിച്ചു. അതിനുശേഷം അവിടെ ചടങ്ങൊക്കെ കഴിഞ്ഞു പിന്നീട് സെന്റ് മേരീസിലും പോയി, സെന്റ് മേരീസ് കത്തീഡ്രലിലും പോയി, എന്നിട്ടാ വീട്ടിലേക്ക് മടങ്ങിയത്. അപ്പൊ ഏതായാലും സന്തോഷ ദിനമല്ലേ, അത് ആഘോഷിക്കാം നമുക്ക്. തീർച്ചയായും, ഉറപ്പായും. ആ റോഷിപാലാണ് നമുക്കിപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്. എന്തായാലും ഒരു 3 ദിവസം പ്രായമുള്ള ഓമനത്തുള്ള ഒരു പെൺകുഞ്ഞിനെ അമ്മത്തൊട്ടിൽ എത്തിയിരിക്കുന്നത് ഈ ക്രിസ്മസ് ദിനത്തിലെ നമുക്ക് കിട്ടിയ ഒരു ക്രിസ്മസ് സമ്മാനമാണ്. ആ മകൾ ഏറ്റവും സന്തോഷത്തോടെ കേരളത്തിന്റെ മകളായി വളരട്ടെ.